ഓക്കെ, നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിക്സ് സിഗ്മ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ്. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ ചിലപ്പോൾ ഇത് ഞാൻ തന്നെ എഴുതിയാണ്, അപ്പോൾ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആ പി ഡി എഫിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെയിം സെൻറ്റൻസസ് ആണ് ഞാൻ അതിൽ ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഇത് ഷോർട്ടാക്കി എനിക്ക് വേണ്ടി ഒന്ന് എഴുതിയതാണ്, പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലെക്ചർ നോട്ട് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ? ഓക്കെ, സോ സിക്സ് സിഗ്മ ഇസ് ബേസിക്കലി എ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ടെക്നിക്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ്. ഓക്കെ, എന്താണ് ഒബ്ജക്റ്റീവ്? ദ ഒബ്ജക്റ്റീവ് ഓഫ് സിക്സ് സിഗ്മ ഇസ് ടു എലിമിനേറ്റ് ഡിഫക്റ്റ് ആണ് സിക്സ് സിഗ്മ ഫോക്കസ് ചെയ്യണത്. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയട്ടെ. അതെങ്ങനെയല്ലേ സിഗ്മ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നത്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇല്ലേ? അപ്പോൾ ഡീവിയേഷനെയാണ് എന്തെന്ന് പറയുന്നത് ബേസിക്കലി സിഗ്മ കൊണ്ട് കാണിക്കുന്നത്. സിഗ്മ ഡിനോട്ട്സ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ പെർഫെക്ഷൻ അതിൽ നിന്ന് ചേഞ്ച് വരുന്നതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീവിയേഷൻസ് ആണ് ബേസിക്കലി സിക്സ് സിഗ്മ മെഷർ ചെയ്യണത്. ആ ഡീവിയേഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡിഫക്ട്സ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ സിക്സ് സിഗ്മ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സിക്സ് സിഗ്മ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്ഷൻ അച്ചീവ് ചെയ്തു എന്നാണ് നമ്മളതിൽ കാണുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഓൾമോസ്റ്റ് 99.9996% പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിക്സ് സിഗ്മ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് സിഗ്മ ലെവൽ താഴത്തോട്ട് പോകും തോറും ഡീവിയേഷൻസ് കൂടും. ഓക്കെ, അപ്പോൾ 1 സിഗ്മയാണോ നല്ലത്, സിക്സ് സിഗ്മയാണോ നല്ലത്? സിക്സ് സിഗ്മയാണ് ബെസ്റ്റ്. സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ 99.9996% അക്യുറസി അച്ചീവ് ചെയ്യുമ്പോഴാണ് സിക്സ് സിഗ്മ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ബേസിക്കലി ദി ഒബ്ജക്റ്റീവ് ഓഫ് സിക്സ് സിഗ്മ ഇസ് ടു എലിമിനേറ്റ് ഡിഫക്ട്സ് ഇൻ എനി ആസ്പെക്ട് ഓഫ് ദ ബിസിനസ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അഫക്റ്റ് ചെയ്യണ എന്ത് ആസ്പെക്റ്റിലെയും ഡിഫക്ട്സ് എലിമിനേറ്റ് ചെയ്യലാണ് സിക്സ് സിഗ്മയുടെ ഒബ്ജക്റ്റീവ്. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് ദ ഐഡിയ ബിഹൈൻഡ്? നമ്മൾ എങ്ങനെ ഈ സിക്സ് സിഗ്മയുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫക്ട്സ് ആദ്യം മെഷർ ചെയ്യണം. വി വിൽ മെഷർ ദ ഡിഫക്ട്സ് ആൻഡ് വി വിൽ ഫൈൻഡ് വേസ് ടു എലിമിനേറ്റ് ദം. ഓക്കെ, ഡിഫക്റ്റ് മെഷർ ചെയ്യുക, എന്നിട്ട് അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, അതിനുള്ള വഴി കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് സീറോ ഡിഫക്റ്റ് എത്തിക്കാൻ നോക്കുക. അതാണ് സിക്സ് സിഗ്മയുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, വി ആർ ട്രൈങ് ടു അച്ചീവ് സീറോ ഡിഫക്ട്സ്. സോ ബേസിക്കലി വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് സിക്സ് സിഗ്മ? എന്താണ് സിക്സ് സിഗ്മയിലുള്ള ഫോക്കസ്? 5 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യണത്. ഒന്ന്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദ പ്രൈമറി ഫോക്കസ് ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സെക്കൻഡ്, ഓൾ ദ ഡിസിഷൻസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഫാക്ട്. ഡേറ്റേനെ ബേസ് ചെയ്ത്, ഡേറ്റ ഡ്രിവൺ ഫാക്ട്, അതായത് വെറുതെ തീരുമാനങ്ങൾ എടുക്കൂല, എല്ലാം മെഷർ ചെയ്ത് അനലൈസ് ചെയ്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അതാണ് ഫോക്കസ്. നെക്സ്റ്റ്, ടു ക്രിയേറ്റ് എ പ്രൊആക്റ്റീവ് മാനേജ്മെൻറ്റ് ടീം. അതായത് റിയാക്റ്റീവ് അല്ല, പ്രൊആക്റ്റീവ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അത് നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ എങ്ങനെ നമ്മൾ അതിന് അഗെൻസ്റ്റ് ആക്ട് ചെയ്യണം, അങ്ങനത്തെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടാക്കിയെടുക്കുക. ദ ഗോൾ ഫോർ പെർഫെക്ഷൻ. നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്താലും ഹൗ ടു അച്ചീവ് പെർഫെക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോസസ്സ്. ഹൗ ടു കണ്ടിന്യൂലി ഇംപ്രൂവ് ദ പ്രോസസ്സ്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. സോ ദീസ് ആർ ദ 5 ഫോക്കസ് പോയിന്റ് ഓഫ് സിക്സ് സിഗ്മ. ഇതിലാണ് സിക്സ് സിഗ്മ ഫോക്കസ് ചെയ്യണത്. ക്ലിയർ അല്ലേ? ഇനി സിക്സ് സിഗ്മയിൽ 2 മെത്തഡോളജീസ് ഉണ്ട്, 2 മെത്തേഡ്സ് ഓഫ് സിക്സ് സിഗ്മ ഉണ്ട്. ഒന്ന് DMAIC, ഒന്ന് DMADV. ഓക്കെ, ദർ ആർ 2 മെത്തഡോളജീസ് ഓഫ് സിക്സ് സിഗ്മ. ഈ 2 മെത്തഡോളജീസും എന്താണ്, അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ച് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, എന്താണ് സിക്സ് സിഗ്മ എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു കേക്ക് ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കും. കേക്ക് ട്രീ എന്നാണ് അതിൻ്റെ പേര്. പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് കേക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റോറി പോലെ പറയാം. ഇത് നിങ്ങൾ എഴുതിയെടുക്കണ്ട. ഇതിലില്ലേ, ഇതിലാവശ്യമുള്ള കാര്യങ്ങൾ, സിക്സ് സിഗ്മേനെ വെച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തിയറിയിൽ ഉണ്ടാവും. ഇതെനിക്ക് ആവശ്യമുണ്ട്, ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്, അത് ഞാൻ ആ തിയറിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബാക്കി എക്സാമ്പിൾ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനത് ടൈപ്പ് ചെയ്തിടാത്തത്. ജസ്റ്റ് ആ ലോജിക്ക് മനസ്സിലാവാനാണ്. അപ്പോൾ നോക്ക്, നമ്മൾ ആദ്യം തന്നെ
എന്താണ് ഇഷ്യൂ? നമ്മളുടെ കേക്ക് ട്രീയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ നമ്പേഴ്സ് ആർ ഗോയിങ് ഡൗൺ. കേക്കിൻ്റെ പ്രൊഡക്ഷൻ എണ്ണം, ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന കേക്കിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതാണ് ഫസ്റ്റ് ഇഷ്യൂ. സെക്കൻഡ് ഇഷ്യൂ, സം ബാച്ചസ് ഓഫ് കേക്ക് ഡസ് നോട്ട് ടേസ്റ്റ് ഗുഡ്. ചില ബാച്ചിൽ ടേസ്റ്റ് പ്രശ്നമുണ്ട്. നമുക്ക് എപ്പോഴും ചില സമയത്തൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമിലൊക്കെ പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പ്രാവശ്യം ഐസ്ക്രീം മേടിക്കുമ്പോൾ ആ ടേസ്റ്റ് അങ്ങോട്ട് ശരിയാവാത്ത പോലെ, എന്തോ ഒരു ഫ്ലേവർ കൂടി നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ടൈപ്പ് നമുക്ക് തോന്നാറില്ല. അതേപോലെ നമ്മുടെ കേക്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. കുറേ കസ്റ്റമർ കംപ്ലയിൻസ് നമുക്ക് കിട്ടി, കേക്കിനൊക്കെ എന്തോ ഒരു സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്, ടേസ്റ്റ് എന്തോ വിയേർഡ് ആണെന്നൊക്കെ പറഞ്ഞ് കസ്റ്റമർ കംപ്ലയിൻറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇഷ്യൂ. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് ദർ എ വേ ടു ഇംപ്രൂവ് പ്രൊഡക്ഷൻ നമ്പേഴ്സ്? എങ്ങനെയെങ്കിലും നമുക്ക് പ്രൊഡക്ഷൻ നമ്പേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ? അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസ് ദർ എ വേ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് കോസിങ് ദ ബാഡ് ക്വാളിറ്റി കേക്ക്സ്? എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക്? എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ആ കേക്കിൻ്റെ ഫ്ലേവർ മാറ്റം വരുന്നത്? ഇതാണ് നമ്മളെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് സിക്സ് സിഗ്മ. ഒരു ടെക്നിക്കാണ്. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്കാണ് സിക്സ് സിഗ്മ. സിക്സ് സിഗ്മ ഗിവ്സ് ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് കോസിങ് ദ ഡിലേ ഇൻ പ്രൊഡക്ഷൻ. സിക്സ് സിഗ്മ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ ഡിലേ ആവണത്, ഹൗ ടു എലിമിനേറ്റ് ദ ഡിലേ, ഹൗ ടു ഇംപ്രൂവ് ദ പ്രോസസ്സ്. ഓക്കെ, നമ്മുടെ കേക്കിൻ്റെ എണ്ണം കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് കേക്കിൻ്റെ എണ്ണം കുറഞ്ഞു പോണത്, എങ്ങനെ അത് എലിമിനേറ്റ് ചെയ്യാം, പ്രോസസ്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? സിക്സ് സിഗ്മ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ബേസിക്കലി ഇത് നമ്മളുടെ ഒരു പോയിൻ്റാണ്. സിക്സ് സിഗ്മയുടെ എയിം എന്താണ്? സിക്സ് സിഗ്മ എയിം ടു റെഡ്യൂസ് ഫസ്റ്റ് വൺ ടൈം, second one defect, and third one variability experienced in process. വേരിയബിലിറ്റി എക്സ്പീരിയൻസ്ഡ് ഇൻ പ്രോസസ്. അതായത് 3 കാര്യങ്ങൾ കുറയ്ക്കാനാണ് സിക്സ് സിഗ്മ നോക്കുന്നത്. ഒന്ന്, ടൈം ടേക്കൺ ടു പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ് കുറയ്ക്കണം. ഡിഫെക്ട്സ്, പ്രൊഡക്ട്സിൽ ഉണ്ടാവുന്ന ഡിഫെക്ട്സ് കുറയ്ക്കണം. തേർഡ് വൺ, വേരിയബിലിറ്റി എക്സ്പീരിയൻസ്ഡ് ഇൻ ദ പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഡീവിയേഷൻ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, വേരിയബിലിറ്റി ഇൻ ദ പ്രോസസ്. ഇത് മൂന്നും കുറയ്ക്കും. സിക്സ് സിഗ്മ ഓൾസോ ട്രൈസ് ടു ഇൻക്രീസ്, രണ്ട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കസ്റ്റമർ ലോയൽറ്റി ടുവേർഡ്സ് ദ പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റിനോട് കസ്റ്റമേഴ്സിനുള്ള ലോയൽറ്റി ഇമ്പ്രൂവ് ചെയ്യണം. ആൻഡ് ഓൾസോ ഇമ്പ്രൂവ് എംപ്ലോയി മൊറൈൽ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം. ഹൗ ടു ഇമ്പ്രൂവ് എംപ്ലോയി മൊറൈൽ. സോ ഇതാണ് സിക്സ് സിഗ്മയുടെ എയിം. 3 കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, 2 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ സിക്സ് സിഗ്മയ്ക്ക് 2 മെത്തഡോളജി ഉണ്ട്. DMAIC എന്ന് പറഞ്ഞൊരു മെത്തഡോളജി ഉണ്ട്. ഇത് ഷോർട്ട് ഫോം ആണ് കേട്ടോ, DMAIC. എല്ലാത്തിനും ഒരു ഡിഫൈൻ, മെഷർ, അങ്ങനെ അതിൻ്റെ ഷോർട്ട് ഫോം ആണ്. DMAIC ഉണ്ട്, DMADVയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും എങ്ങനെ ഓർത്തിരിക്കും അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ DMAIC ആണ് നോക്കാൻ പോകുന്നത്. വാട്ട് ഇസ് DMAIC? സോ 5 ഫേസസ് ആണ് ഈ സിക്സ് സിഗ്മ അപ്ലൈ ചെയ്യുന്നതിൻ്റെ 5 ഫേസ്. സ്റ്റെപ്സ് എന്ന് പറയൂലേ, അതേപോലെ ഫേസ്, 5 ഘട്ടമായിട്ടാണ് ഈ സിക്സ് സിഗ്മ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഫേസ്. ഓക്കെ, ഞാനിത് നമ്മുടെ കേക്ക്, ഇവിടെ പേര് മാറിപ്പോയി, എലൈറ്റ് അല്ല, നമ്മൾ കേക്ക് ട്രീ എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം, അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും, ഓർത്തിരിക്കാം. അപ്പോൾ ഡിഫൈൻഡ് ഫേസിൽ എന്താണ് നമ്മൾ ചെയ്യണത്? ഫസ്റ്റ് തന്നെ ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതൊക്കെ ഡിഫൈൻ ചെയ്യുക, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ്, കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണ്, അതൊക്കെ നോട്ട് ചെയ്തെടുക്കുക, ഡിഫൈൻ ചെയ്യണം. വാട്ട് ഇസ് ദ പ്രോബ്ലം, വാട്ട് ഇസ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്. ഓബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഈ സിക്സ് സിഗ്മ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളുടെ കേക്ക്സിൻ്റെ കേസിൽ എന്താ പറ്റിയത്? നമുക്ക് ഒബ്ജക്റ്റീവ്സ് 2 എണ്ണമാണ്. ഒന്ന്, ഫൈൻഡ് ഔട്ട് വൈ സം ബാച്ചസ് ടേസ്റ്റ് വിയേർഡ്. എന്തുകൊണ്ട് ചില ബാച്ച് ടേസ്റ്റ് കറക്റ്റ് അല്ല, അത് കണ്ടുപിടിക്കണം. സെക്കൻഡ്, ഹൗ ടു ഒപ്റ്റിമൈസ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ടു മാനുഫാക്ചർ മോർ കേക്ക്സ്. എങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒപ്റ്റിമൈസ് ചെയ്യണം സോ ദാറ്റ് വി ക്യാൻ മാനുഫാക്ചർ മോർ കേക്ക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിഫൈൻ ഫേസ്. ക്ലിയർ അല്ലേ? ഇത് ഡിഫൈൻ ചെയ്ത് വെച്ചു. സെക്കൻഡ് ഫേസസ് മെഷർ ഫേസ്. ഇതിലെന്താ നമ്മൾ ചെയ്യണത്? ഈ ഘട്ടത്തിൽ, ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്യണത്?
മെഷർ ദ പ്രോസസ് ടു ഡിറ്റർമൈൻ ദ എക്സിസ്റ്റിംഗ് പെർഫോമൻസ്. ഇപ്പം എന്താണ് ഇവർ ചെയ്യണത് അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. ഓക്കെ, ഡിറ്റർമൈൻ ഹൗ ദ പ്രോസസ് ഇസ് ഡൺ കറൻ്റ്ലി അൺഓൾട്ടേർഡ് ആയിട്ട്, അതായത് ഒരു മാറ്റവും വരുത്തണ്ട, നിങ്ങൾ ഇപ്പം ചെയ്യണത് എന്താണെന്നൊന്ന് കാണിക്കുക. അതാണ് മെഷർ ഫേസിൽ നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പല ക്വാണ്ടിറ്റേറ്റീവ് പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കും. ഓക്കെ, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പോൾസ് ഉപയോഗിക്കും, ക്വസ്റ്റിനെയർ ഉപയോഗിക്കും, എംപ്ലോയീസിന് ക്വസ്റ്റിനെയർ കൊടുക്കും, എംപ്ലോയീസിന് സർവേ ചെയ്യും. ഓക്കെ, എന്നാലേ അവരെന്താ ഇപ്പോൾ ചെയ്യണമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പല പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഇവരെന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം മെഷർ ചെയ്യും. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. സേ നമ്മൾ ഒരു ദിവസം 1000 കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്, 1000 കേക്ക്സ് പെർ ഡേ. 5 ഷെഫാണ് നമ്മുടെ അടുത്തുള്ളത്, 5 ഷെഫ് ഉണ്ട്. ഇനി നമ്മൾ വേറെ എന്തൊക്കെ മെഷർ ചെയ്യും? നമ്മൾ നമ്പർ ഓഫ് കേക്ക്സ് പ്രൊഡ്യൂസ്ഡ് പെർ ഡേ, അത് ആദ്യം പറഞ്ഞില്ലേ, അത് മെഷർ ചെയ്യും. ടൈം ടേക്കൺ ടു പ്രൊഡ്യൂസ് 1 കേക്ക്, ഒരു കേക്ക് ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തു, എത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് എത്രയാണ്, എത്ര കേക്ക്സ് അതിൽ ഡിഫക്റ്റീവ് ആവുന്നുണ്ട്. ഞാൻ വെറുതെ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, അല്ലാണ്ട് ഇത് മാത്രമൊന്നുമല്ല. ഇങ്ങനത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്ന ഫേസ് ആണ് സെക്കൻഡ് വൺ. ഓക്കെ, സോ ഫസ്റ്റ് ഫേസ് ഡിഫൈൻ ഫേസ്, സെക്കൻഡ് ഫേസ് മെഷർ ഫേസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവണില്ലേ? DMAIC എന്താണ് ഓരോന്ന് പറഞ്ഞു പോകാൻ. ഫസ്റ്റ് ഡിഫൈൻ ഫേസ്, ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യണം. സെക്കൻഡ് വൺ ഇസ് മെഷർ ഫേസ്. ശരി, തേർഡ് ഫേസിൽ അനാലിസിസ് ആണ്, അനലൈസ് ഫേസ്. അവിടെ സിക്സ് സിഗ്മ എക്സ്പേർട്സ് അനലൈസ് ദ ഡേറ്റ കളക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പാരാമീറ്റേഴ്സ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, the data collected will be used to measure the impact of various process on the customer satisfaction or experience. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും കസ്റ്റമറിനെ എങ്ങനെ ബാധിക്കും, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത് നമ്മൾ മെഷർ ചെയ്യും, അത് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ഈ ഫേസിലാണ് വി ആർ ഗോയിങ് ടു അനലൈസ്, ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. നമ്മൾ നേരത്തെ കുറേ സാധനങ്ങൾ മെഷർ ചെയ്തെടുത്തില്ലേ, അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സംഭവിക്കുന്നത്. നമുക്ക് 2 പ്രോബ്ലമാണ്, ഒന്ന് പ്രൊഡക്ഷൻ കുറവാണ്, ഒന്ന് ടേസ്റ്റ്, ചില ബാച്ചിൻ്റെ ടേസ്റ്റ് ശരിയല്ല. ഇത് കണ്ടുപിടിക്കുന്നത് ഈ അനാലിസിസ് ഫേസിലാണ്. അപ്പം നമുക്ക് മനസ്സിലായി, ഒരു ഷെഫ്, ഇത് ഞാനൊരു സിനാരിയോ ഉണ്ടാക്കിയേക്കുവാണ് വെറുതെ, അപ്പം നമുക്കതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. ഒരു ഷെഫ് മെഷറിങ് കപ്പ് ഉപയോഗിക്കണില്ല. അയാൾ അയാൾക്ക് തോന്നിയ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ അതിലോട്ട് വെറുതെ അങ്ങോട്ട് മെഷർ ചെയ്ത് ഇടുവാണ് സാധനങ്ങൾ, അല്ലാണ്ട് കറക്റ്റ് മെഷറിങ് കപ്പ് വെച്ചൊന്നും അല്ല ഇടണം. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് കേക്കിൻ്റെ ടേസ്റ്റിൽ വേരിയേഷൻ വന്നത്. അയാൾ ഉണ്ടാക്കുന്ന ബാച്ചിലാണ് ഈ വേരിയേഷൻ വന്നതെന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ പോയി സർവ് ചെയ്യും, നിങ്ങളുടെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നൊക്കെ സർവ് ചെയ്യുമ്പോൾ മനസ്സിലായി, അയാൾ ഉണ്ടാക്കി കാണിക്കാൻ പറയുമ്പോൾ അയാൾ ഉണ്ടാക്കി കാണിച്ചപ്പോൾ ഇങ്ങനെയാണ്. അയാൾ മെഷർ ചെയ്യണില്ല, അയാളുടെ ഒരു കൈക്കണക്കാണ്. മനസ്സിലായോ? ഇനി സെക്കൻഡ് ഇഷ്യൂ, എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ കുറഞ്ഞു പോണത്? അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ പവർ ഫ്ലക്ച്വേഷൻ ഉണ്ട്. പലപ്പോഴും മെഷീനറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല, പവർ ഫ്ലക്ച്വേഷൻ ഉണ്ട്, സ്ലോ ഉണ്ട്, അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ ഡിലേ ആയത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് അനാലിസിസ് ഫേസിൽ നടക്കുന്നത്. ഇനി റൂട്ട് കോസ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നെക്സ്റ്റ് ഫേസ് ഇസ് ഇംപ്രൂവ് ഫേസ്. എങ്ങനെ നമുക്ക് ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാം, ദാറ്റ് ഇസ് ഇംപ്രൂവ് ഫേസ്. സോ ബേസിക്കലി ഇവിടെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് തന്നെ, അതുകൊണ്ട് അതിനിടക്ക് പോസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫേസ് ഇസ് ഇംപ്രൂവ് ഫേസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇംപ്രൂവ് ഫേസ് കേട്ടോ. ഈ ഇംപ്രൂവ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? എക്സ്പേർട്ട് ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രോസസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സ്റ്റാഫ്. ഈ സിക്സ് സിഗ്മ എക്സ്പേർട്ട് കറക്റ്റീവ് ആക്ഷൻസ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചില്ലേ, അനലൈസ് ചെയ്ത് വെച്ചില്ലേ, അതെങ്ങനെ കറക്റ്റ് ചെയ്യും, അതിനുള്ള കാര്യങ്ങളാണ് ഇംപ്രൂവ് ഫേസിൽ ചെയ്യണത്. റെക്കമെൻഡേഷൻസ് ആർ മെയ്ഡ് ടു മിനിമൈസ് ഓർ എലിമിനേറ്റ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. നമ്മൾ ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മിനിമൈസ് ചെയ്യാം, അതിനുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കും. ആൻഡ് വിൽ ഇംപ്ലിമെൻറ്റ് ദ റെക്കമെൻഡേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് പ്രോസസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും.
ഓക്കെ, അതാണ് ഇമ്പ്രൂവ് ഫേസിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ കമ്പനിയിൽ, കേക്കിൻ്റെ കമ്പനിയിൽ എന്താ ചെയ്യണത്, നമ്മൾ വി ട്രെയിൻഡ് ദ എംപ്ലോയീസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂസിങ് മെഷറിംഗ് കപ്പ്. അവർ ട്രെയിൻ ചെയ്ത് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തു, നിങ്ങൾ ഇവർ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ വരുന്ന കേക്കും അല്ലാതെ ഉണ്ടാക്കുന്ന കേക്കിൻ്റെയും ടേസ്റ്റ് ഡിഫറൻസ് അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. കസ്റ്റമർ കംപ്ലയിൻസ് കിട്ടുന്നത് അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതേപോലെ സെക്കൻഡ് ഇഷ്യൂ ആയ പവറില്ലേ, പവറിന് നമ്മളൊരു നല്ല പവർ ബാക്കപ്പ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ഫ്ലക്ച്വേഷൻ വരാതിരിക്കാൻ നല്ലൊരു ബാക്കപ്പ് പവർ ജനറേറ്റർ പോലത്തെ സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോഴത്തേക്കും ആ പ്രോബ്ലം സോൾവ് ആയില്ലേ. അടുത്ത ഫേസ്, ലാസ്റ്റ് ഫേസ് ആണ് DMAIC, കൺട്രോൾ ഫേസ്. സോ കൺട്രോൾ ഫേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ട്രൈങ് ടു മെയിൻറ്റെയിൻ ദി ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫോമൻസ്. ഇത് പിന്നെയും പഴയ പോലെ തിരിച്ചു പോരുതല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അത് മെയിൻറ്റെയിൻ ചെയ്യണത് എങ്ങനെയാണ്, അതിനാണ് കൺട്രോൾ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ പ്രോപ്പർ റിപ്പോർട്ടിംഗ് മെക്കാനിസംസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇത് മോണിറ്റർ ചെയ്യണത് സൂപ്പർവൈസർ ഉണ്ടാവും ചിലപ്പോൾ. ഇത് മോണിറ്റർ ചെയ്യാനുള്ള മോണിറ്ററിങ് സിസ്റ്റം മെക്കാനിസം കൊണ്ടുവരും. സൂപ്പർവൈസറിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതേപോലെ പ്രോപ്പർ റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യും, ഇവർ ചെയ്യുന്നത് കറക്റ്റാണോ, അതിനിടയ്ക്കിടയ്ക്ക് റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്കിൽ വരുവാണെങ്കിൽ നമ്മൾ എല്ലാ ബാച്ചിൽ നിന്നും സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സാമ്പിൾസ് ടേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സാമ്പിൾസ് അത് അതിൻ്റെ ലുക്ക് ഫീല് അതൊക്കെ നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, അതേപോലെ പവർ ബാക്കപ്പിന് എപ്പോഴും ചാർജ് ഉണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഓരോ ഹോട്ടലിലേക്ക് പോകുമ്പോൾ അവിടെ ബാത്റൂമിൽ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടാവും ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആരാണ് ക്ലീൻ ചെയ്തത്, ആരാണ് സൂപ്പർവൈസ് ചെയ്തത്, അങ്ങനെ ടിക്ക് ചെയ്ത് ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ. അതൊരു സിക്സ് സിഗ്മ പോലത്തെ ഒരു മെത്തഡോളജിയാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ബാത്റൂം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെയൊക്കെയാണ് കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ആ ഷീറ്റ് അവിടെ ബാത്റൂമിൽ തന്നെ അവർ വെച്ചേക്കുന്നത് കാണാം. ആരാണ് ക്ലീൻ ചെയ്തത്, ഇത്ര മണിക്ക് ക്ലീൻ ചെയ്തു, ആരാണ് സൂപ്പർവൈസർ, അത് അവിടെ അവർ സൈനും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മെക്കാനിസത്തിനെയാണ് കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് കമ്പനി വാസ് ഏബിൾ ടു എന്ത് ചെയ്യാൻ പറ്റി, പവർ ബാക്കപ്പ് ഒക്കെ വന്നുകൊണ്ട് പ്രൊഡക്ഷൻ ടൈം കുറഞ്ഞു, കൂടുതൽ കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റി. ദ കമ്പനി കുഡ് മാനുഫാക്ചർ അബൌട്ട് 2000 കേക്ക്സ് പെർ ഡേ. 2000 കേക്ക് ഉണ്ടാക്കാൻ പറ്റി, അതിൻ്റെ ക്വാളിറ്റിയും ഹയർ ആയി. ക്ലിയർ അല്ലേ? സോ ഇതിനെ ഈ നമ്മൾ ചെയ്ത സ്റ്റെപ്സിനെയാണ് DMAIC എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ DMAIC എന്താ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ. DMAIC ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രോസസ്സ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഓർ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനാണ് DMAIC. എക്സിസ്റ്റിംഗ്. ഓക്കെ, അതായത് നമ്മൾ കേക്ക് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, കേക്കിന് വേണ്ടി ഓൾറെഡി നമുക്കൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഓർ പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനാണ് DMAIC. ഇഫ് ദ ഫോക്കസ് ഇസ് ഓൺ എ ന്യൂ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്സ്, പുതിയ പ്രൊഡക്റ്റോ പുതിയ പ്രോസസ്സിലോ ആണ് ഫോക്കസ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ മെത്തഡോളജിയാണ് DMADV. ഓക്കെ, DMADV ഈസ് ഫോക്കസിങ് ഓൺ ന്യൂ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ കമ്പനി ഡിസൈഡ്സ് ടു പ്രൊവൈഡ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. വട ബാറ്റർ. ഓക്കെ, ഉഴുന്നുവടയുടെ ബാറ്റർ ഇല്ലേ, നമ്മൾ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ എക്സാമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. IDയുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, IDയുടെ വട ബാറ്റർ മേടിക്കാൻ കിട്ടും. സ്ക്വീസ് ചെയ്താൽ മതി, സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ വട ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പം അത് നമ്മൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇറക്കാമെന്ന് തീരുമാനിച്ചു. ന്യൂ പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്, DMADV മെത്തഡോളജി. സോ എന്താ നോക്കിയേ, ഫസ്റ്റ് ഫേസ് ഡിഫൈൻ ഫേസ് സെയിം ആണ് കേട്ടോ, ഫേസിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് ഫേസ് ഡിഫൈൻ ഫേസ്, പക്ഷെ വ്യത്യാസം ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഡിറ്റർമൈൻ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമർ. ബിക്കോസ് പുതിയ പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്സ് എടുക്കും, പഴയ ഡേറ്റയൊക്കെ കളക്ട് ചെയ്യും, മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തും. അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് IDനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന എക്സാമ്പിളാണ് കേട്ടോ. ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, കസ്റ്റമർ ഷുഡ് ബി ഏബിൾ ടു മേക്ക് വഡാസ് അറ്റ് ദെയർ ഹോം. അവർക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റണം, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം, വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ മെസ് ഇൻ ദ കിച്ചൺ ഭയങ്കര മെസ്സി ഒന്നും ആവാതെ ഈസി ആയിട്ട് വട ഉണ്ടാക്കാൻ പറ്റണം. അതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്, കസ്റ്റമർ റിക്വയർമെൻറ്റ്.
ഡിഫൈൻ ചെയ്തു. വാട്ട് ഇസ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ് ഡിഫൈൻ ചെയ്തു. സെക്കൻഡ് ഫേസ് ഇസ് മെഷർ ഫേസ്. ഇവിടെ മറ്റേതിൽ എന്തായിരുന്നു? മെഷർ തന്നെയായിരുന്നു അല്ലേ? ഡി എം, ഇവിടെയും ഡി എം തന്നെയാണ്. സോ കൺവേർട്ട് ദ യൂസർ റിക്വയർമെൻറ്റ് ഇൻ ടു സ്പെസിഫിക്കേഷൻ. യൂസറിൻ്റെ റിക്വയർമെൻറ്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അതിനെ സ്പെസിഫൈ ചെയ്യണം, ഡിഫൈൻ ചെയ്യണം, പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്യണം, എന്നാലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എന്തൊക്കെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, പ്രൊഡക്റ്റിന് എന്തൊക്കെ കേപ്പബിലിറ്റി ഉണ്ടാവണം, എന്തൊക്കെ റിസ്ക് ഈ പ്രൊഡക്റ്റിനുണ്ട്, റെഗുലേറ്ററി റിക്വയർമെൻറ്റ് വല്ലതും ഉണ്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിൾസ് ഉറപ്പായിട്ടും BS6 നമ്മുടെ എമിഷൻ ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് മീറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുക. പ്രൊഡക്റ്റിന് വാട്ട് ഷുഡ് ബി ദ ക്വാളിറ്റി, വാട്ട് ഷുഡ് ബി, ഈ പ്രൊഡക്റ്റിന് എന്തൊക്കെ കേപ്പബിൾ ആയിരിക്കണം, ഹൗ ദിസ് പ്രൊഡക്റ്റ് ഈസ് ഗോയിങ് ടു മീറ്റ് ദ കസ്റ്റമർ നീഡ്സ്. ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യുക. മെഷർ ചെയ്യല്ല, സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, സ്പെസിഫിക്കേഷൻ റെഡിയാക്കുക. ഓക്കെ, അപ്പോൾ എന്നാലാണ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യണ്ടോ, അല്ലാണ്ട് വെറുതെ നല്ലൊരു വട ബാറ്ററി വേണം, നല്ലൊരു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. സോ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വടയുടെ ടേസ്റ്റി ആയിരിക്കണം, വട ക്രിസ്പി ആയിരിക്കണം. കണ്ടോ, അത് നമുക്ക് ഇത്രയും കൂടെ ക്ലിയർ ആയി. നല്ല വട എന്ന് പറയുന്നതിന് ഒരു ടേസ്റ്റി ആയിരിക്കണം, ക്രിസ്പി ആയിരിക്കണം, വടയിൽ ഹോൾ ഉണ്ടാവണം. ഇത് ഡയറക്റ്റ്ലി ഈ വടയുടെ ബാറ്ററിൻ്റെ പാക്കറ്റ് ഇല്ലേ, അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണം. ഇതൊക്കെയാണ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. നമ്മൾ ഇത്രയും കൂടെ സ്പെസിഫൈ ചെയ്തു. മറ്റേത് ഡിഫൈൻ ചെയ്തില്ല, അത് ഇത്രയും കൂടെ സ്പെസിഫിക്കേഷൻ ആക്കി. നെക്സ്റ്റ് ഫേസ് അനലൈസ് ഫേസ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഇൻറ്റേർണൽ ടീംസിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് നമ്മളുടെ മെഷർ ഫേസിൽ നമ്മൾ സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ടില്ലേ, അതുമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. സോ ബേസ്ഡ് ഓൺ ദ അനാലിസിസ്, നമ്മൾ ഒരു വട ബാറ്റർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളൊരു വട ബാറ്റർ ഉണ്ടാക്കി, ഇങ്ങനത്തെ സ്ക്വീസ് ചെയ്യാൻ പറ്റണം ഒരു വട ബാറ്റർ ഉണ്ടാക്കി. ഓക്കെ, അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ അനാലിസിസ് ഫേസസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ഓൾ ദ കസ്റ്റമർ റിക്വയർമെൻറ്റ് എക്സെപ്റ്റ് ഹോൾ. അപ്പോൾ ഇത് സ്ക്വീസ് ചെയ്തിടുമ്പോൾ ഹോൾ വരുന്നില്ല, ബാക്കിയെല്ലാം ഓക്കെ. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഉണ്ട പോലെയാണ് വട ബാറ്റർ വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്തൊക്കെയാണ്? ടേസ്റ്റ് ഓക്കെയാണ്, വട ക്രിസ്പിയാണ്, ഡയറക്റ്റ്ലി ഈ പാക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വട ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഹോൾ വരുന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കിയത്. ഓക്കെ, സോ അനാലിസിസ് ഫേസിൽ നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും റിസർച്ച് നടത്തി. പാക്കേജിൻ്റെ ഡിസൈൻ ഒന്നും കൂടെ മാറ്റണം, സ്ക്വീസ് ചെയ്യുമ്പോൾ തന്നെ വടയിൽ ഹോൾ കൂടെ വരണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? റിസർച്ച് നടത്തി, അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫേസ് ഡിസൈൻ ഫേസ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഫേസ് നമ്മൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ്ഡ് ഓൺ ദ ലേണിങ്സ് ഫ്രം ദ അനാലിസിസ്, നമ്മൾ നേരത്തെ ചെയ്ത അനാലിസിസ് അല്ലേ, അതിൽ നമ്മൾ കുറച്ച് ലേൺ ചെയ്തിട്ടുണ്ടാവും. ആ ലേണിങ്ങിനെ ബേസ് ചെയ്ത് ന്യൂ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തേക്കുവാണ്. അതായത് എങ്ങനെ ഈ പ്രൊഡക്റ്റിൽ നമ്മൾ ഓൾറെഡി ഈ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഫസ്റ്റ് പ്രോട്ടോടൈപ്പില്ലേ, അതിൽ നമ്മൾ എങ്ങനെ അതിൻ്റെ ഡിസൈൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം, അതിനെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അത് ചെയ്തിട്ട് നമ്മളൊരു ഫോക്കസ് ഗ്രൂപ്പിനെ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനെ കൊണ്ടുവരിക, അവർക്ക് ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ഈ പ്രൊഡക്റ്റ് വീണ്ടും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഫർദർ ചേഞ്ചസ് ആർ മെയ്ഡ്. ഈ ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസൈൻ ഫേസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നടാ ന്യൂ പ്രൊഡക്റ്റിൽ? ഫസ്റ്റ് ഡിഫൈൻ ഫേസ് അല്ലേ, സെക്കൻഡ് ഓരോന്നും എടുത്ത് എഴുതി കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഡിഫൈൻ ഫേസ്, സെക്കൻഡ് മെഷർ ഫേസ്. നമ്മളുടെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ മെഷറബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളതിനെല്ലാം പ്രോപ്പറായിട്ട് എഴുതി വയ്ക്കും. ഓക്കെ, സ്പെസിഫിക്കേഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. സെക്കൻഡ് ഫേസ് അനലൈസ് ഫേസ്. നമ്മൾ നമ്മുടെ പ്രോട്ടോടൈപ്പ് നമ്മളുടെ റിസൾട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തും? അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഫേസ്, ആ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ
ഡിസൈൻ ചെയ്യും. അതായത് എങ്ങനെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളുടെ എല്ലാ സ്പെസിഫിക്കേഷനും മീറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാം, നമ്മളതിനെ ഡിസൈൻ ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഫേസ് ഇസ് വേരിഫൈ ഫേസ്. ഓക്കെ, ഇവിടെ നമ്മൾ എൻഡ് പ്രൊഡക്റ്റ്, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് റെഡിയായി, അത് നമ്മൾ നമ്മുടെ കസ്റ്റമർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വേരിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കസ്റ്റമർ റിവ്യൂ കിട്ടും, വീണ്ടും ഫീഡ്ബാക്ക് കിട്ടും, വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, സോ റിസൾട്ട് എന്തായിരിക്കും? ഈ DMA/DV അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴുള്ള റിസൾട്ട് എന്തായിരിക്കും? വി ക്യാൻ ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ദാറ്റ് പെർഫെക്റ്റ്ലി മീറ്റ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. എന്തായിരുന്നു നമ്മുടെ ഇനിഷ്യൽ കസ്റ്റമർ റിക്വയർമെൻറ്റ്, അത് മീറ്റ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ DMA/DV എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യണത്. ക്ലിയർ അല്ലേ? സോ ബേസിക്കലി രണ്ട് മെത്തഡോളജി ആയിരുന്നില്ലേ? എന്തൊക്കെയായിരുന്നു? DMA/IC ആൻഡ് DMA/DV. DMA/IC is used for existing product. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സിക്സ് സിഗ്മ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വി വിൽ ബി യൂസിങ് DMA/IC. ഇഫ് സിക്സ് സിഗ്മ ഇസ് അപ്ലൈഡ് ഓൺ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ദെൻ വി വിൽ ബി യൂസിങ് DMA/DV. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കാരണം ഇത്തിരി ലെങ്തി ആയിപ്പോയി, പക്ഷേ നിങ്ങൾക്ക് അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? എക്സിസ്റ്റിംഗ് നമുക്കുള്ള കേക്കിൻ്റെ സിക്സ് സിഗ്മ അപ്ലൈ ചെയ്യാൻ വേണ്ടി DMA/IC. ന്യൂ പ്രോഡക്റ്റ്, ഒരു വട ബാറ്റർ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് DMA/DV. ഓക്കെ, സോ അത്രേ ഉള്ളൂ സിക്സ് സിഗ്മ.